മരത്തിൽ കുടുങ്ങിയ പൂച്ചയ്ക്ക് രക്ഷകരായി അഗ്നിരക്ഷാസേന. വിതുര മാങ്കലയിലെ വീട്ടുമുറ്റത്തെ റംബൂട്ടാൻ മരത്തിന്റെ കൊമ്പുകൾക്കിടയിൽ കുടുങ്ങിയ പൂച്ചയെയാണ് രക്ഷിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. നിന്നെ രക്ഷിക്കാനല്ലേ വന്നത്? അങ്ങനത്തെ പട്ടി എങ്ങാനാണെങ്കിൽ പറഞ്ഞ ആ സൈഡും കൂടെ ജിബിൻ ജെബി ചേരുന്നുണ്ട് തത്സമയം. ജിബിൻ, കാണാൻ ഭയങ്കര ക്യൂട്ടൊക്കെ ആണെങ്കിലും ഈ പൂച്ചകൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓരോ പണി തരും. ഒന്നെങ്കിൽ ഓടിപ്പോയി കിണറ്റിൽ ചാടും, അല്ലാച്ചെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ മുകളിൽ കയറിയിരിക്കും. ഇതിപ്പോൾ എന്തായാലും വീട്ടുകാർക്ക് വലിയ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെ കഷ്ടപ്പെട്ടു അതിനെ താഴെ ഇറക്കാൻ എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇവരുടെ വളർത്തുപൂച്ചയാണോ? മാങ്കാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പൂച്ച കഴിഞ്ഞ ദിവസം ഇങ്ങനെ മരത്തിന്റെ ഇടയിൽ അകപ്പെട്ടു പോയത്. നമുക്കറിയാം നാട്ടിൻ പ്രദേശത്തൊക്കെ വീട്ടിൽ വളർത്തണമെന്നില്ല, ഈ പലയിടത്തുള്ള പൂച്ചകളൊക്കെ ഓരോ വീടുകളിൽ വന്നു കയറി പിന്നീട് ഇതെല്ലാം അവരുടെ വളർത്തുമൃഗങ്ങളായി മാറുന്നതാണ് ആ ഒരു കാഴ്ച. അപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പോൾ എൻ്റെ വീട്ടിലായിരുന്നാൽ പോലും നമുക്ക് സ്വന്തമായിട്ട് ഒരു വളർത്തു പൂച്ച ഇല്ലെങ്കിൽ പോലും തൊട്ടടുത്തുള്ള വീട്ടിലെയോ അല്ലെങ്കിൽ അയൽവക്കത്തുള്ള വീട്ടിലെ പൂച്ചയോ ഒക്കെ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് കയറി അത് പിന്നീട് നമ്മുടെ സ്വന്തം പെറ്റായി മാറുന്ന ഒരു കാഴ്ചയാണ് ഈ നാട്ടിൻ പ്രദേശത്തൊക്കെ ഉള്ളത്. അങ്ങനെയാണ് ഈ വിതുര മാങ്കാലയിൽ ഇതുപോലെ ഒരു പൂച്ച വരുന്നു. ഈ വീട്ടിൻ്റെ മുറ്റത്ത് വലിയൊരു ഈ റംബൂട്ടാൻ്റെ മരമുണ്ടായിരുന്നു. അപ്പോൾ ഈ റംബൂട്ടാൻ്റെ മരത്തിൽ കയറിയിട്ട് മറ്റൊരു മരത്തിലേക്ക് ചാടാൻ ശ്രമിച്ചപ്പോഴാണ് ഈ മരത്തിൻ്റെ രണ്ട് കൊമ്പുകൾക്കിടയിൽ ഈ പൂച്ച അകപ്പെട്ടു പോയത്. ആദ്യം വീട്ടുകാരെയൊക്കെ എത്തി ഈ പൂച്ചയെ മാറ്റാൻ ശ്രമിച്ചെങ്കിൽ അറിയാം, പൂച്ച സാധാരണഗതിയിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അത് വലിയൊരു പോരാളിയാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിൽ അല്ലെങ്കിൽ ഒരു കല്ലെടുത്തെറിയാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് പൂച്ച നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു കഴുത്ത് കൂടെ കുടുങ്ങി വേദനയും കൂടി അനുഭവിച്ചപ്പോൾ ഈ പൂച്ചയെ വീട്ടുകാർക്ക് തന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ വലിയ പ്രയാസമായിരുന്നു. കാരണം പൂച്ച അള്ളുകയോ മാന്തുകയോ കടിക്കുകയോ ചെയ്യുന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അവിടെ എത്തിയ നാട്ടുകാർക്ക് ആ ഒരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ തുടർന്ന് ഫയർഫോഴ്സിന് വിവരം അറിയിച്ചത്. ഫയർഫോഴ്സും അവിടെ എത്തി പല രീതിയിലും പരിശ്രമിച്ചു നോക്കി. അവർ ഈ രണ്ട് കൊമ്പുകൾക്കിടയിൽ കൂടി ആദ്യം ഒരു ഏണി കയറ്റിയിട്ട് ഇത് തമ്മിൽ ഈ രണ്ട് കൊമ്പും തമ്മിൽ വികസിപ്പിച്ച് അതിൽ കൂടി പൂച്ചയെ ചാടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കി. പിന്നീടും പല ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഒന്നും തന്നെ ഈ പൂച്ച അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സാധിച്ചില്ല. ഏറ്റവും ഒടുവിലാണ് അവർ ഈ രണ്ട് കൊമ്പുകളിൽ രണ്ട് കയർ കെട്ടി രണ്ട് വശത്തേക്ക് വടംവലിക്കൊക്കെ തന്നെ വലിക്കുന്നത് പോലെ വലിച്ചുകൊണ്ട് ഈ പൂച്ച അവിടെ നിന്ന് പുറത്തേക്ക് എടുത്ത്. എന്തായാലും പൂച്ചയ്ക്ക് അവിടെ നിന്ന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും പൂച്ചയ്ക്ക് വലിയ പ്രയാസങ്ങളൊന്നും കൂടാതെ തന്നെ പൂച്ച ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചു. വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല, പക്ഷെ വീട്ടുകാർ കുറച്ച് ബുദ്ധിമുട്ടിയല്ലേ. എന്തായാലും പൂച്ചയെ രക്ഷിക്കാൻ കഴിഞ്ഞു. അപ്പൊ അത് തന്നെയാണ് കാര്യം. ഈ പൂച്ച എപ്പോഴും നമുക്കിങ്ങനെ പണി തന്നുകൊണ്ടിരിക്കും. വീട്ടിൽ വീട്ടുകാരനെ പോലെ കയറി വന്ന് ഇതുപോലെ ഓരോ ചെറിയ പണി തരുന്നതാണ് ഇവരുടെ പ്രധാന കൗതുകം. ശരി.